ക്രിസ്തുമസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നത് എന്താണ്? പാട്ടും കരോളും വട്ടയപ്പവും കേക്കും. ഇതൊക്കെയാണ്. ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ DJ ഇടിച്ച് പൊളിച്ച് ഡിങ്ക് 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 ആകെ ബഹളമയം. പ്രിയമുള്ളവരെ, ക്രിസ്തു മനുഷ്യനായ ഈ ഭൂമിയിൽ പിറന്നപ്പോൾ മാലാഖമാർ പാടിയ സുന്ദരമായ ഗാനമുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. എത്ര ശാന്തസുന്ദരമായ രാത്രി. പ്രിയമുള്ളവർ, ഈ ലോകത്തിന് ആവശ്യം ശാന്തിയാണ്. ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങളെന്ന് പറയുമ്പോൾ എന്തുമാത്രം സമ്പത്താണ് പ്രിയമുള്ളവരെ. ദരിദ്രനായി ജനിച്ച ക്രിസ്തുവിൻ്റെ പിറവിയെ ആഘോഷിക്കാൻ കോടാനുകോടി രൂപ ചെലവഴിക്കുമ്പോൾ അനേകം നമ്മുടെ സമൂഹത്തിലെ നിർധനരായി കഴിയുന്ന, പുൽക്കൂട്ടിൽ കിടക്കുന്ന, തൊഴുത്തിൽ കിടക്കുന്ന മനുഷ്യരുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്ന് നമ്മൾ മറന്നു പോകുന്നു. ക്രിസ്മസിന് ഏറ്റവും വലിയ നക്ഷത്രം നമ്മുടെ, ഏറ്റവും വലിയ പുൽക്കൂട് നമ്മുടെ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്? ഏറ്റവും ചെറിയ രൂപം പുൽക്കൂട്ടിലത്തെ ഏതാ? ഉണ്ണീശോയുടെ. അവിടെയൊക്കെ നിങ്ങളുടെ ഒട്ടകൊക്കെ എന്താ സൈസ്? ഏറ്റവും ചെറിയ രൂപം ഉണ്ണീശോയുടെ രൂപമാണ്. അപ്പോൾ ക്രിസ്മസ് നൽകുന്നത് എന്താ? നീ ചെറുതാകണമെന്നാണ് പറയണേ. ഇനി എന്താണാവോ? ഏറ്റവും വലിയ വട്ടയപ്പം നമ്മുടെ വീട്ടിലെ വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് ഏറ്റവും വലിയ വട്ടയപ്പം. വലുപ്പം കാണിക്കാനുള്ളതല്ല പ്രിയമുള്ളവരെ ക്രിസ്മസ്, ചെറുപ്പം കാണിക്കാനുള്ളതാണ്. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇന്ന് ഈ കരോളൊക്കെ പോണ പോക്കുണ്ട് കഴിഞ്ഞാൽ ഇടിച്ച് പൊളിച്ച് എന്തൊക്കെ രൂപങ്ങളൊക്കെയാണ്. ചിലത് പിശാചിൻ്റെ രൂപങ്ങളൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഈ കരോളിൽ പോണത്. ദയവ് ചെയ്ത് ക്രിസ്മസ് എന്ന് പറയുന്നത് ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ആഴമായ അനുഭൂതി വിശേഷമാണ്. നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ അങ്ങനെയാകണം. പരസ്നേഹം, മറ്റുള്ളവർക്ക് ക്രിസ്മസ് ആശംസകൾ നേരുന്നു. പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ചെന്ന് ഒരു പുൽക്കൂട്ടിൽ കഴിഞ്ഞിരുന്ന ഉണ്ണിയേശുവിനെ പോലെ കഴിയുന്ന മനുഷ്യരുണ്ട്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഴിയുന്നവർ, വിശപ്പ് ഒരു നേരത്ത് അകറ്റാൻ കഴിയാത്തവർ, അവരുടെ അടുത്തൊക്കെ ചെന്നിട്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ വീട്ടിലെ വലിയ കേക്ക്, വലിയ വട്ടപ്പം, വലിയ സ്റ്റാർ, വലിയ പുൽക്കൂട്, നന്നായിട്ട് ഫുഡടിക്കുക. നാളെ ആലോചിച്ച് നോക്കി എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ക്രിസ്മസിനെ, കർത്താവിൻ്റെ ക്രിസ്മസിനെ എങ്ങനെ നിങ്ങൾ ആഘോഷിച്ച? നിങ്ങൾ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുക, പാതിരാത്രി, പിന്നെ നോമ്പ് വിടാനായിട്ട് ക്രിസ്മസ് കഴിഞ്ഞ് വന്നിട്ട് ഓടി വന്നിട്ട് ബീഫ് തൊട്ടിട്ടോ എൻ്റെ നോമ്പ് വീടി. പ്രിയമുള്ളവരെ, നമ്മൾ വയറ് നിറച്ച് ഭക്ഷിക്കുക. വലിയ വലിയ ആഡംബരങ്ങൾ കാണിക്കലല്ല ക്രിസ്മസ്. സ്നേഹത്തിൻ്റെ തരളിതമായ അനുഭൂതികൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ. അതിനാൽ ക്രിസ്മസ് ആഘോഷങ്ങളെ പരിശോധിക്കേണ്ടതുണ്ട്. ഡേഞ്ചറസ് സോണിൽ കഴിയുന്ന, അതായത് നിർധനരായി കഴിയുന്നവൻ്റെ അടുത്തേക്ക് ആ രാജാക്കന്മാരും ആട്ടിടയന്മാരും വന്നതുപോലെ ക്രിസ്മസ് നാളിൽ നീ കടന്നു ചെല്ലണം. അവരുടെ കൂടെ ഇരുന്ന്, അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കുടുംബം ക്രിസ്മസ് നാളിൽ അവരുടെ വീട്ടിലെ നിർധനരായൊരു കുടുംബത്തിൽ ചെല്ലും. അപ്പനമ്മയും മക്കളെല്ലാവരും കൂടെ ചെല്ലും. മക്കളുടെ കയ്യിൽ ഡ്രസ്സുകൾ, ഗിഫ്റ്റുകളുണ്ട്, ഇവരുടെ കയ്യിൽ കേക്കുണ്ട്. ആ വീട്ടുകാർക്ക് എന്ത് സന്തോഷം. അവരുടെ കൂടെ ഇരുന്ന് അവരെല്ലാവരും കൂടെ, ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നിട്ട് കേട്ടോ, നിങ്ങൾ വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. എന്നിട്ട് ഭക്ഷണം കൊണ്ടുവന്ന് വട്ടയപ്പം വെച്ച് കേക്ക് മുറിച്ച് ആ വീട്ടിലെ ഒരിക്കലും കിട്ടാത്ത സന്തോഷമാണ് ആ കുടുംബത്തിന് കിട്ടുന്നത്. ആ എല്ലാവർക്കും അവർക്ക് നല്ല ഡ്രസ്സുകൾ കൊടുത്തു, ഒപ്പരുന്ന് ഭക്ഷണം കഴിച്ചു. അവർ തിരിച്ചു പോകുമ്പോൾ ആ കുടുംബം കരയുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സ് സന്തോഷിച്ചു കേട്ടോ. അതല്ലേ പ്രിയമുള്ളവരെ ക്രിസ്മസ്? എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേരെങ്ങനെ ചെയ്യും? ഈ അടുത്ത് വരുന്ന ക്രിസ്മസിനെങ്കിലും നിങ്ങളുടെ ആഘോഷങ്ങൾ പാവപ്പെട്ടവൻ്റെയും വേദനിക്കുന്നവൻ്റെയും വീട്ടിലാകട്ടെ. ഇറങ്ങിച്ചെല്ലടോ പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക്. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുക, അവരുടെ ആവശ്യമുള്ളതെല്ലാം പങ്കുവെച്ച് അവർക്ക് പകർന്നു കൊടുക്കുക. തിരിച്ചു പോരുമ്പോൾ ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ ആവട്ടെ നമ്മുടെ ക്രിസ്മസ് 2023.